ജെമിനി ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. ഈ ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ എത്ര പേര് ഇതിന് മെസ്സേജ് അയച്ചിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും. ഒന്നുമില്ല, ഷോർട്ടാക്കി പറയാം. ഈ ഒരു പെൺകുട്ടി വന്നിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ സ്ലീവ്ലെസ് സാരി ആക്കി മാറ്റി തരാൻ പറഞ്ഞു. ജെമിനി തന്ന ഫോട്ടോയിൽ ഇവിടെ ഒരു ബ്ലാക്ക് മോൾ ഉണ്ടായിരുന്നു, പക്ഷെ റിയൽ ലൈഫിലും ആ കുട്ടിക്ക് അവിടെ ബ്ലാക്ക് മോൾ ഉണ്ടായിരുന്നു. നല്ല കാര്യമല്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ ഈ കുട്ടി അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഫുള്ളി കവേർഡ് ആണ്, അതിൽ ആ ബ്ലാക്ക് മോൾ കാണുന്നില്ല. പിന്നെ എങ്ങനെ അവിടെ ബ്ലാക്ക് മോൾ വന്നു എന്നതായിരുന്നു ആ ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ. അത് ചുമ്മാ ആ കുട്ടി എടുത്ത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തു. അത് ഭയങ്കര വൈറലാക്കി. നമ്മുടെ ലോക്കൽ മീഡിയ തൊട്ട് നാഷണൽ ലെവൽ മീഡിയ വരെ ഇത് ന്യൂസ് ആക്കി. അപ്പോൾ കുറേ തിയറീസ് വന്നു. ഈ കുട്ടി തന്നെ ഇതിന് മുമ്പ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന്. അതല്ലാന്ന് പ്രൂവ് ചെയ്യാൻ ആ കുട്ടി സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല. സെക്കൻഡ് കുറേ മണ്ടത്തര തിയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് നമ്മുടെ ഫോട്ടോസ് ഒക്കെ വെച്ച് ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഒരു ജെമിനി, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അത് ശുദ്ധ മണ്ടത്തരമാണ്. അതപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ്, ജെമിനിക്ക് ഡ്രസ്സിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊന്നും വിചാരിക്കാൻ പോലും പാടില്ല, അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അത് മാറ്റാം. ഇതിൻ്റെ ആൻസർ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും ജെമിനി യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ട് അത് യൂസ് ചെയ്തിട്ട് ഇമേജസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നത്? കാരണം ഒരു 90% എങ്കിലും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസ് വരുന്നുണ്ട്. ബാക്കി നമ്മൾ എന്താണോ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് ചേഞ്ച് ആവുന്നത്. നിങ്ങളുടെ ഫേസ് മാത്രം കൊടുത്താലും നിങ്ങളുടെ ഫുൾ ബോഡി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഫുൾ ബോഡിയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ സ്കിൻ ടോൺ നമ്മുടെ ഫേസിന് മാച്ച് ആയിരിക്കും. അപ്പോൾ ഈ ഫേസിലുള്ള നാച്ചുറൽ ടെക്സ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാൻ നോക്കും, ഈ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം മാറ്റാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു കുട്ടിയുടെ ഫേസിൽ ഓൾറെഡി ഒരു ബ്ലാക്ക് മോൾ ഉണ്ട്. അതാണ് ആ കുട്ടിയുടെ കയ്യിൽ വന്നത്. അത് എങ്ങനെ കറക്റ്റ് അവിടെ തന്നെ വന്നു എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. ആ കുട്ടി അതിട്ടു, ട്രെൻഡായി. പിന്നെ ആ ട്രെൻഡിനൊപ്പം ആ കുട്ടി നിന്നല്ലേ പറ്റുള്ളൂ. കുട്ടി എന്ന് പറഞ്ഞു, അത് ചിലപ്പോൾ ചേച്ചിയാവാം, ആരോ ആവട്ടെ. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് വേറൊരു കാര്യം പറയാം. നമ്മൾ ഈ ഫോട്ടോസ് ജെമിനിയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോ ഇന്നാ പിടിച്ചോ ഗൂഗിളെ, എൻ്റെ ഫോട്ടോ നിങ്ങൾ AI ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്തോ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ജെമിനിയുടെ പോളിസി ഉണ്ട്. അത് ആരും ഇപ്പോൾ ഇരുന്ന് വായിക്കാനൊന്നും പോകുന്നില്ല. അതിൽ കറക്റ്റ് പറയുന്നുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രോംപ്റ്റ് ആൻഡ് ഫോട്ടോസ് വേണ്ടി വന്നാൽ മേ ബി അവരുടെ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യാനും അതേപോലെ ആ മോഡലിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഹ്യൂമൻ അനോട്ടേറ്ററിന് ഇത് റിവ്യൂ ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. ഈ ഫ്രീ ആയിട്ട് ഇതുപോലെ അടിപൊളി ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് തരാൻ അവർ ഗവൺമെൻറ് സർവീസ് ഒന്നും അല്ലല്ലോ, ഗവൺമെൻറ്റോട്. അവരൊരു കോർപ്പറേറ്റ് ആണ്. നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് നടത്തുകയാണ്. നമ്മുടെ ഫോട്ടോസ് അവരുടെ പല ആപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ഉണ്ടെങ്കിലും അത് എടുക്കാനുള്ള അധികാരം ഇല്ല. പക്ഷേ ഇതിലൂടെ നമ്മുടെ ഫോട്ടോസ് അവർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സെൻസിറ്റീവ് ആയിട്ട് ഇൻറ്റിമേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഇത് AI തന്നെയല്ലേ കാണുന്നു എന്ന് വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആവശ്യം വന്നാൽ അത് ട്രെയിൻ ചെയ്യുന്ന ആൾക്കും അതെടുത്ത് നോക്കാനുള്ള അധികാരവും നിങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ ഹാക്കർ സ്പീഡിനെ ഫോളോ ചെയ്ത് വയ്ക്കുക. ബൈ. ജെമിനി.